അഗെയിൻ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റോറി ഗസ് ചെയ്യാൻ പറഞ്ഞ സ്റ്റോറിയുടെ പാർട്ട് 2 ആണ് ഈ വീഡിയോ. അപ്പോൾ നമ്മൾ പാർട്ട് 1 പറഞ്ഞു നിർത്തിയതുപോലെ ഒരു പൈസ അടിക്കുന്നു. പൈസ അടിച്ച് മാനേജർ എന്തായാലും വരും. മാനേജർ കണ്ടുപിടിക്കുന്നു ഈ അസിസ്റ്റന്റ് മാനേജറിനെയും ഈ രണ്ട് ക്ലർക്കുകളെയും പുള്ളി മനസ്സിലാവുന്നവരാണ് മോഷ്ടിക്കാൻ ശ്രമിച്ചെന്നുള്ളത്. അങ്ങനെ ഈ അസിസ്റ്റന്റ് മാനേജർ അന്ന് നൈറ്റ് തന്നെ പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് മാനേജർ ഓൾറെഡി എം ഡി എടുത്ത് പറയാൻ വേണ്ടിയിരിക്കണം. അടുത്ത ദിവസം നൈറ്റ് പോയിട്ട് ഇയാളെ തട്ടുന്നു, മാനേജറിനെ തട്ടുന്നു. അതിനുശേഷം പുള്ളി മാനേജറായിട്ട് പ്രൊമോട്ട് ആവുന്നു. അതിനുശേഷം പുള്ളി മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടുന്നു അസിസ്റ്റന്റ് മാനേജറിന്. അതിനുശേഷം ഈ മാനേജറിന്റെ സെക്കൻഡ് വൈഫ് വരുന്നു, സെക്കൻഡ് ക്ലെയിം ചെയ്യാനായിട്ട്, ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് വരുന്നു. അപ്പം ഈ ക്ലെയിം പ്രോസസ് നടക്കുന്ന സമയത്ത് ഈ അസിസ്റ്റന്റ് മാനേജറായിട്ട് ഐ മീൻ ഇപ്പോഴത്തെ ഞാൻ വില്ലൻ തന്നെ പറയാം, വില്ലനുമായിട്ട് നല്ല കോൺടാക്ട് വരുന്നു. പുള്ളി അവരെ കൺവിൻസ് ചെയ്യുന്നു, നല്ല രീതിക്ക് ഒരു റിലേഷൻ ആവുന്നു. പുള്ളി റിലേഷൻ ആവുന്നതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലെയിം എമൗണ്ട് അടിക്കുക എന്നുള്ളതാണ് പുള്ളി അടുത്തുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ പുള്ളി വേറെ റിലേഷൻ ഉണ്ട്, നേഴ്സായിട്ട് റിലേഷൻ ഉണ്ട്. അത് കല്യാണം കഴിയണമെന്നില്ല, പുള്ളിക്ക് അപ്പോഴത്തെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ്. അപ്പോഴേ ഉണ്ട് ഇവരായിട്ട് റിലേഷൻ ആയിട്ട് പോകുകയാണ്. അപ്പം ഇപ്പം മാനേജർ ഒറ്റ ലക്ഷ്യമുള്ള അവരുടെ പൈസ അടിക്കുക, അവരുടെ ക്ലെയിം പൈസ പകുതി എടുക്കുക അല്ലെങ്കിൽ ഫുൾ അടിക്കുക എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിനുശേഷം ഇവരുടെ എം ഡിയുടെ അവരുടെ എസ്റ്റേറ്റിനെ ഈ ഡ്രൈവറിനും ക്ലർക്കിനും ആക്ച്വലി ഭയങ്കര, അതായത് ഇയാൾ ഇത് കൊന്നത് ആക്ച്വലി അവർക്ക് അക്സെപ്റ്റബിൾ അല്ല, മാനേജറിനെ കൊന്നതെന്നുള്ള അവർക്ക് അക്സെപ്റ്റബിൾ അല്ല. അവർ പേടിച്ചാണ് നിൽക്കുന്നത് ഇയാളുടെ അടുത്ത്. പക്ഷേ ഇവർക്ക് ആക്ച്വലി ആരോടെങ്കിലും പറയണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡ്രൈവറായിട്ടുള്ള ആൾ ഭയങ്കരമായിട്ട് കുടി തുടങ്ങിയിട്ട് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ഥലബോധം ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ വില്ലൻ നോട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. വില്ലൻ ഒരു ദിവസം പുള്ളിയെ വീട്ടിൽ വിളിച്ച് എടുത്തിട്ട് ലൈക്ക് എന്താ പറയുക, കള്ളു പിടിക്കാനായിട്ട് നിർബന്ധിക്കും. അപ്പോൾ പുള്ളി കള്ളു പിടിക്കുന്നില്ല എന്ന് പറയും. പുള്ളി കള്ളു ഇടാവരുത്, എനിക്കറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി നമ്മൾ കൺവിൻസ് ഒരു പോർഷനിൽ ഇനി വില്ല അറിയാതെ ചെയ്തു പോയതാണോ അങ്ങനെ നമ്മൾ ചിന്തിക്കും. അവസാനം പുള്ളിയായിട്ട് പറയുന്നത് നീ ഇത് ആരോട് പറയില്ല, ഇപ്പോൾ അങ്ങനെ പോട്ടെ, ഞാൻ പൈസ, പുള്ളിക്ക് 3 പെങ്ങന്മാരുണ്ട് ഈ ഡ്രൈവറിന്, അപ്പോൾ അതിന് പൈസ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കും. അപ്പം കൺസോൾ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പുള്ളിയോട് ചോദിക്കും, നീ കുടിക്കുന്നുണ്ടോ, നമുക്ക് 2 പേക്ക് അടിക്കാന്ന് പറയും. പുള്ളി അറിയില്ല, ഞാൻ നിർത്തി, ഞാൻ 2 ദിവസം കൊണ്ട് ഞാൻ കുടിക്കാറില്ല, പുള്ളി നിർത്തി. ഇപ്പം എനിക്ക് ഇതും കൂടെ കേട്ട ഒരു മനസ്സമാനം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നമ്മുടെ വില്ലൻ പറയുന്ന എനിക്ക് ചായ ഇട്ട് തരുമോ എന്ന് ചോദിക്കും. പുള്ളി വീടിനകത്തൊരു ചായ ഇടാമ്പോൾ ആ സമയം കൊണ്ട് പുള്ളി ഇതിന്റെ ബ്രേക്ക് അടിച്ച് മാറ്റും, കാറിന്റെ, അതായത് എസ്റ്റേറ്റ് വണ്ടിയാണ്, എസ്റ്റേറ്റ് ജീപ്പാണ്, അതിന്റെ ബ്രേക്ക് അടിച്ച് മാറ്റും. അതിനുശേഷം ഡ്രൈവറായിട്ടുള്ള ഈ പുള്ളി ജീപ്പ് എടുത്തുകൊണ്ട് പോകുന്നു. ആൻഡ് അപ്പോഴേക്കും നമ്മുടെ മറ്റേ ക്ലർക്ക് ഇയാളുടെ വീട്ടിലോട്ട് വരുന്നു, വില്ലിന്റെ വീട്ടിലോട്ട് വരുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഈ ആളുടെ പേര് ചോദിക്കും, ജോണി എവിടെയാണ് ചോദിക്കും. ജോണി എവിടെയാണ് ചോദിക്കുമ്പോൾ വില്ലൻ പറയില്ല, ജോണി കാർ എടുത്തുകൊണ്ട് പോയി, ഓൾറെഡി ഫിറ്റ് ആണ് ജോണി എന്ന് പ്രയറായിട്ട് അങ്ങ് പറഞ്ഞു വയ്ക്കും. ഓക്കെ, അപ്പോൾ ഈ ക്ലർക്ക് ബൈക്ക് എടുത്തുകൊണ്ട് പുറകെ പോകും, ജീപ്പിന്റെ പുറകെ പോകുന്നു. അപ്പം നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്, എന്ത് സംഭവിച്ചു കാണും? സോ അടുത്ത പാർട്ട് അറിയാനായിട്ട് സ്റ്റേ ട്യൂൺഡ്. ആൻഡ് അടുത്ത പാർട്ടിൽ ഞാൻ എന്തായാലും ഈ സിനിമയുടെ പേര് റിവീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.